ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഗ്ലോബൽ മാർക്കറ്റ് ഇന്നലെ വളരെ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തിയിരുന്നു. അതിൽ ചുവടുപിടിച്ച് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റും അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 1.92%, സെൻസെക്സ് 1.77% ഉയർന്നിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഇനി നിഫ്റ്റി ബാങ്കും 1.52% പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇതിനുള്ള കാരണം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ US ഏർപ്പെടുത്തുന്ന താരിഫ് ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് 90 ദിവസത്തേക്ക് പോസ് ചെയ്തിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ചാണ് ഇന്ന് മാർക്കറ്റ് കയറിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല രീതിയിൽ ഇടിഞ്ഞിരുന്ന മെറ്റൽ സെക്ടറായാലും ഫാർമ സ്റ്റോക്കുകളായാലും നല്ല രീതിയിൽ ഇന്ന് കയറിയിട്ടുണ്ട്. മെറ്റൽ സെക്ടറിലെ JSW സ്റ്റീൽ, ഹിന്ദുസ്ഥാൻ സിങ്ക്, ടാറ്റ സ്റ്റീൽ പോലുള്ള സ്റ്റോക്കുകളും 4% വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഫാർമ സ്റ്റോക്കുകളായിട്ടുള്ള സൺഫാർമ, ഡിവിസ് ലാബ്, സിപ്ല തുടങ്ങിയ സ്റ്റോക്കുകളും 2 മുതൽ 3% വരെ വർദ്ധിച്ചിട്ടുണ്ടെന്ന്. ഇനി നിഫ്റ്റിയിലെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിലും 2381 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 492 സ്റ്റോക്കുകൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇനി നമുക്ക് മറ്റു അപ്ഡേറ്റ്സുകളിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ഗ്ലോബൽ ട്രേഡ് വാറിനെ കുറിച്ച് തന്നെയാണ്. US-ഉം ചൈനയും തമ്മിലുള്ള ആ ഒരു ട്രേഡ് വാർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മറ്റു രാജ്യങ്ങൾക്കെതിരെ ഉള്ള താരിഫ് US പോസ് ചെയ്തെങ്കിലും ചൈനയ്ക്കെതിരെയുള്ള താരിഫ് വർദ്ധിപ്പിക്കുകയാണ് US ചെയ്തിരുന്നത്. അതിനെതിരെ ഇപ്പോൾ ചൈന വീണ്ടും റിറ്റാലിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു US ഗുഡ്സിനെതിരെ ചൈന 84% താരിഫ് ഏർപ്പെടുത്തിയതെന്ന്. പക്ഷേ ഇന്നത് അവർ വീണ്ടും വർദ്ധിപ്പിച്ച് 125% ആക്കിയിട്ടുണ്ട്. ഇത് എഫക്റ്റ് ആവുന്നത് നാളെ മുതലായിരിക്കും. US ചൈനീസ് പ്രൊഡക്റ്റിന് മുകളിൽ 145% താരിഫായിട്ടാണ് വർദ്ധിപ്പിച്ചിരുന്നത്. ഈ ഒരു ന്യൂസിനെ തുടർന്ന് ടെസ്ല അവരുടെ മോഡൽ S, മോഡൽ X തുടങ്ങിയവയുടെ ഓർഡറുകൾ ചൈനയിൽ നിർത്തിവെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ താരിഫ് നിലവിൽ വന്നാൽ ഈ പ്രൊഡക്റ്റുകളുടെ വില ക്രമാതീതമായി വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കും മിക്കവാറും അവരത് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. ഇന്നലത്തെ താരിഫ് പോസ് ചെയ്ത ശേഷം US മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിൽ പോയിരുന്നെങ്കിലും ഇന്ന് നല്ല രീതിയിൽ ഇടിയുന്നത് കണ്ടു നമ്മൾ. S&P 500 3.5%, നാസ്ഡാക്ക് 4.3%, ഡോ ജോൺസ് 2.5% താഴോട്ട് പോയിട്ടുണ്ട്. US ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയിരുന്ന താരിഫ് പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരിപ്പോഴും ചൈന, മെക്സിക്കോ, കാനഡ ഈ 3 രാജ്യങ്ങൾക്കെതിരെയുള്ള താരിഫ് പോസ് ചെയ്തിട്ടില്ല, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാമെന്ന്. അതിൽ തന്നെ ചൈനയ്ക്കെതിരെ കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ പെട്ടെന്നുണ്ടാകുന്ന എഫക്റ്റ് അനുഭവിക്കാൻ പോകുന്നത് US തന്നെയായിരിക്കും. ബട്ട് അവിടുത്തെ ഇൻഫ്ലേഷൻ വർദ്ധിക്കും. സ്വാഭാവികമായിട്ടും താരിഫ് കൂടുമ്പോൾ പ്രൊഡക്റ്റുകളുടെ വില വർദ്ധിക്കും. അതിനനുസരിച്ച് അവിടുത്തെ ഇൻഫ്ലേഷൻ വർദ്ധിക്കും. അത് പിന്നീടുള്ള ഫെഡറൽ പോളിസികളെ ബാധിക്കാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. ഇൻഫ്ലേഷൻ വർദ്ധിച്ചിരിക്കുമ്പോൾ റേറ്റ് കട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. എന്തായാലും ഇതൊക്കെ മനസ്സിലാക്കി തന്നെയായിരിക്കും ട്രംപ് മുമ്പോട്ട് വന്നതും. അദ്ദേഹം ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ലക്ഷണം കാണുന്നില്ല. എങ്കിലും നമുക്ക് കാണാം എന്ത് സംഭവിക്കുന്നുള്ളത്. അടുത്തത് ഗോൾഡുമായി ബന്ധപ്പെട്ടാണ്. ഗോൾഡ് ഓൾ ടൈം ഹൈ അടിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോയിൽ പറഞ്ഞാണ് ഗ്ലോബൽ അൺസർട്ടനിറ്റി നിലനിൽക്കുമ്പോൾ മിക്കവാറും ആൾക്കാർ സ്വർണം പോലുള്ള സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റും. അതുകൊണ്ട് തന്നെ ഗോൾഡിനൊരു ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും സ്വർണ്ണത്തിൻ്റെ വില അത് ഉയർത്തിയിട്ടുണ്ട്. MCX-ൽ 10 ഗ്രാമിൻ്റെ വില 93,736 ആയിട്ടുണ്ടായിരുന്നു. ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. 22 ക്യാരറ്റ് ഗോൾഡിൻ്റെ വില 87,450-നും 87,600-നും ഇടയിലായിരുന്നു 10 ഗ്രാമിൻ്റെ വില. 24 ക്യാരറ്റിന് 95,400 മുതൽ 95,550-നും ഇടയിലായിരുന്നു. ഇനി ഗ്ലോബൽ ഗോൾഡ് പ്രൈസും ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തിട്ടുണ്ട്. $3,200 per ounce ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. US ചൈന ട്രേഡ് വാർ നിലനിൽക്കുകയാണെങ്കിൽ ഈ സ്ഥിതി കൂടുതൽ വഷളാവുകയുള്ളൂ. അടുത്ത TCS-ൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ടാണ്. TCS-ൻ്റെ റിസൾട്ട് ഇന്നലെ വന്നിരുന്നു. അവരുടെ നെറ്റ് പ്രോഫിറ്റ് 1.7% ഇയർ ഓൺ ഇയർ കുറഞ്ഞ് 12,224 കോടിയായിട്ടുണ്ട്. റവന്യൂ 5.2% ഇയർ ഓൺ ഇയർ വർധനവുണ്ടായിട്ടുണ്ട്. 64,479 കോടിയായിട്ടുണ്ട്. ടോട്ടൽ കോൺട്രാക്ട് വാല്യൂ Q4 12.2 ബില്യൺ ആയിരുന്നു. അവരുടെ ചരിത്രത്തിൽ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് എവർ ആയിരുന്നത്. അവരുടെ ഇന്ത്യയിലെ റവന്യൂ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 13.2% കുറഞ്ഞിട്ടുണ്ട്. ഇനി സെക്ടർ വൈസ് നോക്കുകയാണെങ്കിലും BFSI-ൽ 2.5% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ട്. എനർജി സെക്ടറിൽ 4.6% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ട്. കൺസ്യൂമർ സെഗ്മെൻറ്റിൽ 0.2% ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. മാനുഫാക്ചറിങ് സെക്ടറിലും ലൈഫ് സയൻസ് സെക്ടറിലും ഡിക്ലൈൻസ് ഉണ്ടായിട്ടുണ്ട്. കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഷെയറിന് മുകളിൽ 126 രൂപയാണ് FY25-ൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്തത് ഗോൾഡുമായി ഡീൽ ചെയ്യുന്ന കമ്പനികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ്. RBI ഗോൾഡ് ലോണുമായിട്ട് ബന്ധപ്പെട്ട നോംസ് വളരെയധികം സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. വീണ്ടും യൂണിഫോം ഡോക്യുമെൻറ്റേഷൻ, ഇൻ-പേഴ്സൺ ഗോൾഡ് അസസ്മെൻറ്റ്, കൂടാതെ ഗോൾഡ് പ്യൂരിറ്റിയിലുള്ള കൃത്യമായ ഡിസ്ക്ലോഷേഴ്സ് ഇതൊക്കെ നിർബന്ധമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഗോൾഡ് ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ RBI സ്ട്രിക്റ്റ് ആക്കി വരികയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് കൂടിയാണിത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് BHEL-മായി ബന്ധപ്പെട്ടാണ്. അവർ നുവോമോ പിഗ്നോണുമായി ഫെർട്ടിലൈസർ സെക്ടർ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. റീസെൻ്റായിട്ട് അവർ ഹിറ്റാച്ചി എനർജിയുമായിട്ടും
അദാനി എനർജിയുമായിട്ടും HVDC ടെർമിനൽ കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്തിരുന്നു. രാജസ്ഥാനിൽ നിന്ന് ഉത്തർപ്രദേശിലേക്കുള്ള റിന്യൂവബിൾ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു കോൺട്രാക്റ്റ് ആയിരുന്നു അത്.